ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായത്തിൽ ഈ വചനത്തെക്കുറിച്ച് വലിയൊരു വെളിപ്പെടുത്തൽ പരിശുദ്ധ വചനം ദൈവവചനം തരുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ. അതൊന്ന് പറഞ്ഞേ, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് ചെന്ന് വെള്ളം കുടിക്കുന്നത് മനുഷ്യരാണോ മൃഗങ്ങളാണോ? സാധാരണഗതിയിൽ ഈ ജലാശയത്തിലേക്കൊക്കെ ചെന്ന് വെള്ളം കുടിക്കുന്നത് മനുഷ്യരാണോ മൃഗങ്ങളാണോ? മൃഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ അതൊരു ഉപമയാണ്. നമ്മളെ മൃഗങ്ങളായിട്ട് കണ്ടതല്ല, മറിച്ച് അതൊരു ഉപമയാണ്. അതായത് മൃഗങ്ങൾ വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ വരുന്ന സന്ദർഭത്തിൽ, ഭൂമി വരണ്ട് കിടക്കുമ്പോഴും ഉഷ്ണച്ചൂടിൽ പ്രകൃതി വരണ്ട് കിടക്കുന്ന സാഹചര്യത്തിലും ജലത്തിൻ്റെ ഉറവകൾ വറ്റിപ്പോകുമ്പോൾ, ജലമില്ലാതാവുമ്പോൾ ജലസ്രോതസ്സുകൾ തേടി മൃഗങ്ങൾ യാത്ര ചെയ്യും. അതാണ് നീർച്ചാൽ തേടുന്ന മാൻപേട പോലെ എന്നൊക്കെ പറയുന്നത് പോലെ, ഉണങ്ങി വരണ്ട മണ്ണ് വെള്ളത്തിനായി ദാഹിക്കുന്നത് പോലെ, കർത്താവേ എൻ്റെ ആത്മാവ് അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ, ഈ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മൃഗങ്ങൾ പോകും. പോയിട്ട് ആന വെള്ളം കുടിക്കാൻ ഇറങ്ങി വരും, പാമ്പ് വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുമായിരിക്കാം. അപ്പോൾ ഏതായാലും മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരും. അപ്പം അങ്ങനെ ഇറങ്ങി വന്ന് വെള്ളം കുടിച്ചിട്ട് പോകും. അതാണ് ഇവിടെ പറയുന്നത്, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ. അപ്പം ജലം എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് വരുവിൻ. അപ്പോൾ ഒന്നുകൂടെ വായിച്ചേ: ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. അപ്പോൾ അതിന് ചിലവില്ല, ഇത് ഫ്രീ ഓഫ് കോസ്റ്റാണ്, സൗജന്യമായിട്ട് ഇവിടെ ജലം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിർധനൻ. അപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ല, എനിക്ക് പൈസ ഇല്ല എന്നൊന്നും പറയണ്ട, ഫ്രീ ആണ്. നിർധനൻ സൗജന്യമായി വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. എന്നിട്ട് ഇതെന്തപ്പാ ഈ പറയുന്നത് എന്ന് സംശയിച്ചാൽ 3-ാമത്തെ വാക്യം വായിച്ചാൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് 3-ാമത്തെ വാക്യം യെശയ്യാ 55:3 ഇതെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുക? വായിച്ചേ: എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. അപ്പോൾ എന്താണ് ഈ ജലം? എന്താണ് ഈ സൗജന്യമായ പാലും? എന്താണ് സൗജന്യമായ അപ്പവും? എന്താണ് സൗജന്യമായിട്ട് വീഞ്ഞും പാലും ഒക്കെ എന്ന് വചനം പറയുന്നത്? എന്താണിത്? വചനം, എൻ്റെ വാക്ക്. ശ്രദ്ധിച്ചില്ലേ? അത് എൻ്റെ വാക്ക് കേൾക്കുവിൻ. അപ്പം എന്തിനു വേണ്ടിയാണ് ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ? എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി, ദൈവവചനം കേൾക്കാൻ വേണ്ടി. അപ്പം ഇതാണ് ഈ പ്രഭാതത്തിൽ കർത്താവ് പറയും, നമ്മൾ ദാഹത്തോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരണം, കർത്താവെ സംസാരിക്കണം. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവവചനത്തിലൂടെയാണ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത്. അതെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടുന്നത് ദൈവവചനത്തിലൂടെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, അച്ഛാ, എന്നെ ഒരാൾ പിശാചെന്ന് വിളിച്ചു. നീ പിശാചാന്ന് പറഞ്ഞു, അല്ലെ നിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ് എന്ന് എന്നോടൊരാൾ പറഞ്ഞു. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞാണിത്, വിഷമം പറഞ്ഞാണ്. അപ്പം ഞാനത് കേട്ടിരുന്നു. പിശാചെന്ന് പറഞ്ഞപ്പോൾ എന്നെ ചെയ്യാനാ? തിരിച്ച് പിശാചെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ അങ്ങനെ വിളിക്കും, പക്ഷേ അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും മറുപടി പറഞ്ഞില്ല, ഞാൻ കേട്ടു. അച്ഛാ, എന്നെ പിശാച് നിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാന്ന് പറഞ്ഞു. ഓക്കെ. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ,
എനിക്ക് ഭയങ്കര സമാധാനമായി എന്ന് പറഞ്ഞു. പിശാചെന്ന് വിളിച്ചതോ? അല്ലല്ല, മറിച്ച് ഞാൻ വചനം തുറന്നപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഇവനിൽ പിശാചുണ്ട് എന്ന് ഫരിസേയർ പറഞ്ഞു. ആരെക്കുറിച്ചാണ് പറയുന്നത്? അപ്പോൾ പറഞ്ഞു എനിക്ക് ഭയങ്കര സമാധാനമായെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിനെയും അവർ എന്ത് വിളിച്ചു? അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര സമാധാനം എന്ന് പറഞ്ഞു. അങ്ങനല്ലേ നമുക്ക്? എന്ന് വെച്ചാൽ കുട്ടി വീട്ടിലേക്ക് വന്നു, എന്താടാ ഞാൻ തോറ്റെന്ന് പറഞ്ഞു. തോറ്റിട്ടാണോ നീ ഇങ്ങനെ സങ്കടമില്ലാതെ നിൽക്കുന്നത്? എല്ലാവരും തോറ്റെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റതിലല്ല നമുക്ക് വിഷമം, അല്ല നമ്മൾ തോറ്റതിലുള്ള വിഷമം മാറുന്നത് എങ്ങനെയാണ്? എല്ലാവരും തോറ്റു, ഞാൻ മാത്രമല്ല എല്ലാവരും തോറ്റെന്ന് പറഞ്ഞു. അതങ്ങനെയാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വിഷമം മാറുന്നത് നമ്മളെ മാത്രമല്ലല്ലോ, കർത്താവിനെയും വിളിച്ചിട്ടുണ്ട് പിശാചെന്ന്. അപ്പം ഈ വചനത്തിലൂടെയാണ് എല്ലാ പ്രശ്നത്തിൻ്റെ ഉത്തരം, അല്ലേ? പിശാചെന്ന് വിളിച്ചതിൻ്റെ ഉത്തരം എവിടെ കിടക്കുന്നത്? വചനത്തിലൂടെയാണ്. എല്ലാ പ്രശ്നത്തിനും ഉത്തരം വചനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നോക്കിയേ, വായിച്ചേ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ആണ്ടോ ജീവിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം. അപ്പം അതുകൊണ്ടാണ് വചനം വായിക്കാൻ പറയുന്നത്, വചനം കേൾക്കാൻ പറയുന്നത്, വചനം ശ്രദ്ധിക്കാൻ പറയുന്നത്, വചനം പഠിക്കാൻ പറയുന്നത്. അപ്പോൾ എന്താണ്? ദൈവവചനത്തിലൂടെയാണ് എല്ലാ പ്രശ്നത്തിനും ഉത്തരം കിട്ടുന്നത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാതെ ഈ പിശാചിനൊരു ഏർപ്പാടുണ്ട്, എന്തെന്നറിയാമോ? വചനം നമ്മളെ മറപ്പിച്ച് കളയും. അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അറിയാവുന്ന വചനം പോലും ചില സമയത്ത് മനസ്സിൽ കാണില്ല. അപ്പോൾ വേറൊരാൾ പറയുമ്പോഴായിരിക്കും, അയ്യോ ഇതെനിക്ക് അറിയാവുന്ന വചനമായിരുന്നല്ലോ എന്ന് നമ്മൾ ഓർക്കും. നമ്മൾ ആ സന്ദർഭത്തിൽ മറന്നു പോകും. അതിങ്ങനെ മറന്ന് കളയും. നമ്മൾ മറക്കല്ല, നമ്മളെ അതിനെന്നാ പറയുന്നത്? മറപ്പിക്കും, മറച്ചു പിടിക്കും. പിശാചിന് അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. പോട്ടെ. അപ്പോൾ എന്തായാലും ഈ വചനം കേട്ടാലേ നമുക്ക് ജീവൻ കിട്ടും. അപ്പോൾ എൻ്റെ വാക്ക് കേൾക്കുക, നിങ്ങൾ നന്നായി ജീവിക്കും, നിങ്ങൾ ജീവിക്കും. എൻ്റെ വാക്ക് കേട്ടാൽ നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും, ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാണിക്കും. സ്ഥിരമായ സ്നേഹം. ഈ ദൈവവചനത്തെ ശ്രദ്ധിച്ചാൽ ആ വചനം നമ്മളോട് സ്ഥിരമായ, കണ്ടിന്യൂസ്, നിരന്തരമായ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം എവിടുന്ന് കിട്ടും? വചനത്തിൽ നിന്ന് കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ജീവിക്കാനുള്ള സ്റ്റഫ് കിട്ടും. ഇനി താഴോട്ട് വന്നാൽ നമ്മുടെ പല സങ്കടത്തിൻ്റെയും കാരണം എന്താണെന്നറിയാമോ? ഇങ്ങോട്ട് നോക്കിയേ. പല സങ്കടത്തിൻ്റെയും കാരണം ദൈവം കാണുന്നത് പോലെ ജീവിതത്തെ കാണാത്തതാണ് ജീവിത ദുഃഖങ്ങളുടെ കാരണം. എന്നോട് ശ്രദ്ധിച്ച ആ വാക്യം. ജീവിത ദുഃഖങ്ങളുടെ കാരണം എന്താണ്? ദൈവം കാണുന്നത് പോലെ ജീവിതത്തെ കാണാൻ പറ്റാത്തതാണ് ജീവിത ദുഃഖങ്ങളുടെ കാരണം. ദൈവം കാണുന്നത് പോലെ ജീവിതത്തെ കാണാൻ പറ്റാത്തതാണ് ജീവിത ദുഃഖങ്ങളുടെ കാരണം. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഈ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ വരുന്ന സഹായം തേടി വരുന്നത് കുടുംബങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ദമ്പതിമാരാണ്. നമ്മൾ കൂടുതലും അങ്ങനെയുള്ളവർക്ക് ശ്രദ്ധ കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം, വിവാഹമോചനം, അതിൻ്റെ ആ പ്രോസസ്സുകൾ, പ്രശ്നങ്ങൾ, വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായി വരുന്നവരെ ഈ ധ്യാന കേന്ദ്രം കുറച്ച് കൂടി ശ്രദ്ധ ചെലുത്തി അറ്റൻഡ് ചെയ്യാറുണ്ട്. കാരണം കുടുംബങ്ങൾ തകരാതിരിക്കാൻ വേണ്ടി സഹായം കൊടുക്കാറുണ്ട്. അപ്പോൾ ചില ജീവിതങ്ങൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഭർത്താവുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത ചില ഭാര്യമാർ, ഭർത്താവിന് ചില വിചിത്രമായ മാനസിക രോഗങ്ങൾ, എന്ന് പറഞ്ഞാൽ ഈ ഒരിക്കലും ഒരു വൈഫിന്, ഒരു ഭാര്യയ്ക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില വൈകല്യങ്ങൾ, ശാരീരിക വൈകല്യമല്ല, മാനസിക വൈകല്യങ്ങൾ, പെരുമാറ്റ വൈകല്യങ്ങൾ. ഇവ എപ്പോഴും വന്ന് ഒളിഞ്ഞു നോക്കുന്ന ഒരു ഭർത്താവാന്ന് വെച്ചോ, എവിടെ ഒരു മറയുണ്ടെങ്കിലും ഭർത്താവ് പോയി ഒളിഞ്ഞു നോക്കുന്ന ആളാന്ന് വെച്ചോ, അങ്ങനെ ഒരു വൈകല്യം. അപ്പോൾ ഈ ഭാര്യയ്ക്ക് അത് കാരണം എന്താ സംഭവിക്കുന്നത്? ഇറങ്ങി നടക്കാൻ പറ്റില്ല. കാരണം അയൽവക്കക്കാരെല്ലാം പറയുകയാണ്, നിങ്ങളുടെ ഭർത്താവ് വന്നിട്ട് ഒളിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ചില പെൺകുട്ടികൾ, വിദ്യാഭ്യാസമുള്ള, ജോലിയുള്ള, നല്ല കുടുംബത്തിൽ ജനിച്ച
സാമ്പത്തികമായ നല്ല ഉന്നമനത്തിൽ ജീവിക്കുന്ന, മറ്റൊരു കല്യാണത്തിന് എല്ലാ സാധ്യതയുള്ള സുന്ദരികളായ ചില പെൺകുട്ടികളെ, ചില സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത്, അച്ഛാ, ഞാൻ ഒരിക്കലും ഇയാളെ ഡിവോഴ്സ് ചെയ്ത് പോവാൻ സമ്മതിക്കില്ല അച്ഛാ. എന്താ സമ്മതിക്കാത്തത്? അത് കർത്താവ് എനിക്ക് തന്ന ജീവിത പങ്കാളിയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒന്നല്ല കേസ്, ഇവിടെ വരുന്ന ചില ജീവിതങ്ങളെ അടുത്തറിയാം. കൂടുതൽ അവരുടെ സ്വകാര്യതയെ മാനിച്ച് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ചില ജീവിതങ്ങൾ നമ്മളെ ഭയങ്കര മിറാക്കുലസായ ചില നിലപാടുകളാണ് അവരുടെ. അടിയും തല്ലും ചവിട്ടും എല്ലാം സഹിച്ച് അവിടെ കിടക്കുകയാണ്, മക്കളെയൊക്കെ വളർത്തി. അപ്പം അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി ഗർഭിണിയാവുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ ചിന്തിക്കാൻ പോണേ? ഇതിനെ ഈ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഡയലോഗാണിത്, ഈ നരകത്തിനകത്തോട്ട് എന്തിനാണ് ഒരു കുഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് അതിനെ അവോർട്ട് ചെയ്യാൻ തീരുമാനിക്കും. എന്നാൽ അതിനെയും ചുമന്ന് പ്രസവിച്ച് അതിനെ വളർത്തുകയാണ്. ഈ പ്രശ്നത്തിനകത്തോട്ടാണ് ഈ കുട്ടി പിറന്നു വീഴുന്നത് എന്നറിയാമായിരുന്നിട്ട് കൂടി അതിനെ കൊല്ലാതെ വളർത്താൻ തീരുമാനിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. എന്താണ് സംഭവിച്ചത്? അനേകം ആളുകൾ വിവാഹമോചനത്തിലേക്ക് പോയപ്പോൾ ഇവർക്ക് എന്താണ് സംഭവിച്ചത്? ഇവർക്ക് കിട്ടിയ ഒരു ആനുകൂല്യം, ഒരു കൃപ, ദൈവം കാണുന്നത് പോലെ ദാമ്പത്യത്തെ കാണാൻ പറ്റി. പിടികിട്ടുന്നുണ്ടോ? ദൈവം കാണുന്നത് പോലെ ദാമ്പത്യത്തെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ മകനാണിത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു പെൺകുട്ടി അയച്ച ഒരു കത്തിൽ അവളിങ്ങനെ എഴുതിയിരുന്നു, ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഇങ്ങനെ ഒരു സാഹചര്യം, ഭർത്താവിന് ഇതുപോലെ ഒരു അസ്വസ്ഥതയുണ്ട്. ഇതുപോലെ എന്നല്ല, ഒരു അസ്വസ്ഥത. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി അനേക നാളുകൾ യോഗ ചെയ്യാൻ പോയി, മെഡിറ്റേഷൻ ടെക്നിക്കുകൾ പരിശീലിച്ചു. കാരണം എങ്ങനെയെങ്കിലും ഒത്തുപോകണമെന്ന് വിചാരിച്ചിട്ട്, കല്യാണം കഴിച്ചു, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഒത്തുപോകാമെന്ന് വിചാരിച്ചിട്ട്, ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒത്തുപോകണമല്ലോ, ഭ്രാന്ത് പിടിക്കണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സൈക്കാട്രിക് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, നീ ഇങ്ങനെ ഇയാളുടെ കൂടെ ജീവിച്ചാൽ 7ാമത്തെ കൊല്ലം നിനക്ക് ഭ്രാന്താവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഒരു വർഷം 2 വർഷം, അപ്പോൾ ഇനി ഭ്രാന്താവാൻ 4 കൊല്ലം കൂടെ ഉള്ളൂ, ഭ്രാന്താവാൻ ഇനി 3 കൊല്ലം കൂടെ ഉള്ളൂ. അങ്ങനെ ജീവിക്കാം. പറയുമ്പോൾ നമുക്കിത് നേരം പോക്കാണ്, പക്ഷേ അഗ്നിക്കനലിൻ്റെ മുകളിലൂടെ നടന്നു പോകുന്ന അനുഭവങ്ങളാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നറിയാമോ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ 3 മാസം ബൈബിൾ വായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോയത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പല ആളുകൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പിണക്കം വരും. കാരണം ഓരോ അച്ഛന്മാർ ചുമ്മാ ഓരോ കാര്യമായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കോളും. ഇങ്ങനെയാണ് വരുന്ന ചിന്ത. അങ്ങനെ അവരത് ഡിലീറ്റ് ചെയ്തു, അവരത് സ്കിപ്പ് ചെയ്തു, അത് കാണണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വാട്സപ്പിനൊരു ഗുണമുണ്ട്, നമുക്ക് വന്നത് തന്നെ 10,000 തവണ വരും അല്ലേ? ഫോർവേഡ് ചെയ്യുന്ന ആളുകൾ ലോകത്ത് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് അല്ലേ, കണ്ണ് കാണാത്ത ഈ കുട്ടിയെ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഫോർവേഡ് ചെയ്ത് അത് അവസാനം ഈ കുട്ടിക്ക് തന്നെ എത്തുമ്പോൾ ഒരു സൈക്കിൾ പൂർത്തിയാവും. 5 പൈസ കിട്ടില്ല, ഫോർവേഡ് മാത്രമേ കിട്ടൂ. അപ്പം അങ്ങനെ കറങ്ങി പിന്നെയും വന്നത്. അപ്പോൾ ഇത് പണിയൊന്നുമില്ല എന്ന് വെച്ചിട്ട് പിന്നെയും ഡിലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഗ്രൂപ്പിൽ നിന്ന് ഇത് വീണ്ടും വരുന്നു. അപ്പോൾ പറയുകയാണ്, 3 മാസം ബൈബിൾ വായിച്ചിട്ട് നടന്നില്ലെങ്കിൽ നിങ്ങൾ വരൂ എന്നൊക്കെ പറഞ്ഞ് ചലഞ്ച് ചെയ്യുകയാണ്. എന്നാൽ ഇയാളെ ഒരു മര്യാദ പഠിപ്പിച്ചിട്ടേ ഉള്ളെന്ന് വിചാരിച്ചു. ഇത് ചെയ്തിട്ട് പോയിട്ട് മുഖത്ത് നോക്കി 4 വർത്താനം പറയണമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 മാസം ബൈബിൾ വായിക്കാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചേ, 3 മാസം ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഈ സ്ത്രീ എഴുതിയ ടെസ്റ്റിമണി ഉണ്ട് എൻ്റെ കയ്യിൽ. അവർ പറയുകയാണ്, ഓരോ ദിവസം കഴിയും തോറും ഞാൻ അറിയാതെ എൻ്റെ ചിന്തകൾ മാറുകയാണ്, കാഴ്ചപ്പാട് മാറുകയാണ്. അവർ ചിന്തിക്കുകയാണ്, ഭർത്താവിന് ഇങ്ങനൊരു വൈകല്യം ഉണ്ടായത് അങ്ങേരുടെ തെറ്റുകൊണ്ടാണോ? അല്ല. അപ്പോൾ അദ്ദേഹം മനസ്സറിഞ്ഞ് ചെയ്തൊരു തെറ്റല്ലത്, അതൊരു രോഗമാണ്, അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു വൈകല്യമാണ്. അപ്പോൾ ആ വൈകല്യം ഞാൻ മനസ്സിലാക്കാതെ ഞാൻ വിവാഹമോചനം തേടിപ്പോയാൽ അദ്ദേഹത്തിൻ്റെ രക്ഷ എങ്ങനെ നടക്കും? അദ്ദേഹത്തെ ആര് സ്നേഹിക്കും? ആര് കരുതും? എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, കല്യാണം കഴിക്കുന്ന എല്ലാവർക്കും കുട്ടികളുണ്ടാവണം എന്ന് നിർബന്ധമില്ലല്ലോ, കുട്ടികളില്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വചനം വായിക്കുന്ന സമയത്ത് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ അടുത്ത് വന്നിരുന്നു. പിന്നീട് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് പ്രശ്നങ്ങളൊന്നും അപ്പാരൻ്റ് മാറിയിട്ടൊന്നുമില്ല, പ്രശ്നമെല്ലാം പഴയ പോലൊക്കെ തന്നെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമാണിപ്പോൾ. അന്ന് ഞാൻ കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, ഞങ്ങൾ പരസ്പരം സ്വീകരിക്കുന്നു, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു.
എന്താ ഇവിടെ സംഭവിക്കുന്നത്? ദൈവം കാണുന്നത് പോലെ ജീവിതത്തെ കാണാൻ പറ്റി. അപ്പൊ എന്താണ് ദുഃഖങ്ങളുടെ കാരണം? പറയൂ. എന്താണ് ദുഃഖങ്ങളുടെ കാരണം? ജീവിതത്തെ ദൈവം കാണുന്നത് പോലെ കാണാൻ പറ്റാത്തതാണ് ജീവിത ദുഃഖങ്ങളുടെ കാരണം. ജീവിതത്തെ ദൈവം കാണുന്നത് പോലെ കാണാൻ നമ്മളെ ആര് സഹായിക്കും? ദൈവവചനം സഹായിക്കും. ദൈവത്തിൻ്റെ സ്വരം സഹായിക്കും. ഇപ്പം നിങ്ങളൊരു കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ നിങ്ങളൊരു പ്രശ്നമായിട്ട് വരികയാണ്. അങ്ങനെ പ്രശ്നമായിട്ട് വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരിക്കൽ മക്കൾ മരിച്ച അമ്മമാരുടെ കൂട്ടായ്മ നടക്കുമ്പോൾ അന്ന് കാര്യമായിട്ടൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഞാനും വളരെ ടയേർഡായിരുന്നു. അപ്പോൾ കാര്യമായിട്ടൊന്നും അവർക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റിയില്ല. അവരിങ്ങനെ അവർക്ക് ദുഃഖങ്ങൾക്ക് ആശ്വാസം കിട്ടുമെന്നൊക്കെ വിചാരിച്ചാൽ വരുന്നത്. അപ്പോൾ എന്തായാലും ആവട്ടെ, വൈകുന്നേരം ആയപ്പോൾ അവരിങ്ങനെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ആത്മാവ് തന്നൊരു പ്രേരണ. ഞാൻ പറഞ്ഞു, നിങ്ങളിനി നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു ചെന്നിട്ട് മക്കൾ മരിച്ചെന്ന് പറയരുത്, മരിച്ചു പോയെന്ന് പറയരുത്, തിരിച്ചു പോയെന്നേ പറയാവൂ. ഞങ്ങളുടെ മക്കൾ മരിച്ചു പോയെന്ന് പറയരുത്, ഞങ്ങളുടെ മക്കൾ തിരിച്ചു പോയെന്നേ പറയാവൂ. അത് കഴിഞ്ഞപ്പോൾ അനേകം അമ്മമാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ആ ഒരു കാര്യം ഞങ്ങളുടെ ദുഃഖം പെട്ടെന്നങ്ങ് മാറ്റി. എന്താണ്? മക്കൾ മരിച്ചു പോയതല്ല, തിരിച്ചു പോയതാണ്. അപ്പോൾ ഇതൊരു കൗൺസിലിംഗ് ആണെന്ന് വിചാരിച്ചു. മകൻ മരിച്ച ഒരു അമ്മ വരുമ്പോൾ പറയുകയാണ്, അമ്മേ നിങ്ങളുടെ മകൻ മരിച്ചു പോയെന്ന് പറയണ്ട, തിരിച്ചു പോയതാണ്. വന്നിടത്തേക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി. അങ്ങനെ ചിന്തിക്കുക, കർത്താവിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് അവരെ ആശ്വസിപ്പിച്ചു. കൗൺസിലിങ്ങിൽ അങ്ങനല്ലേ ആശ്വാസം കിട്ടുന്നത്? ഒരാൾ വിളിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ അങ്ങനല്ലേ, ആ വാക്ക് എന്നെ ആശ്വസിപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും ആശ്വാസം നൽകുന്ന വാക്ക്, അങ്ങനെ ഒരു വാക്കുണ്ട്. അത് യെശയ്യാ 50 എടുക്ക്. യെശയ്യാ 50:4. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. പരിക്ഷീണന് ആശ്വാസം നൽകുന്ന, വായിച്ചേ, പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ഇങ്ങോട്ട് നോക്കിയേ. എന്തിനെക്കുറിച്ചായി പറയുന്നത്? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അല്പസമയം നിങ്ങൾ ബൈബിൾ വായിക്കുമെങ്കിൽ ഇത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്. ദൈവമായ കർത്താവ് ശിഷ്യനെ എന്ന പോലെ എന്നെ അഭ്യസിപ്പിച്ചു. പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്. ശിഷ്യനെ എന്ന പോലെ അവിടുന്ന് എന്നെ ഓരോ പ്രഭാതത്തിലും എൻ്റെ കാതുകളെ ഉണർത്തി, എൻ്റെ കാതുകളിലേക്ക് ആ വാക്ക് തന്നു. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇത് ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിൾ കേൾക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ ഈ ആശ്വാസം നൽകുന്ന വാക്ക് നമുക്ക് കിട്ടും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളുടെയും ഉത്തരം കർത്താവിൻ്റെ ഈ വാക്ക് നമുക്ക് തരും. നമ്മളെ ആശ്വസിപ്പിക്കും, ധൈര്യം തരും, അഭിഷേകം തരും, ശക്തി തരും, സൗഖ്യം തരും. അപ്പോൾ അതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വായിച്ച് ഇനി യെശയ്യാ 55 8-ാമത്തെ വാക്യം വായിച്ചേ. നമ്മുടെ ദുഃഖങ്ങളുടെ കാരണം എന്താണ്? അതാണ് അവിടെ പറയുന്നത്. യെശയ്യാ 55:8 വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും എൻ്റെ ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലല്ല ദൈവം ചിന്തിക്കുന്നത്, നമ്മൾ കാണുന്നത് പോലല്ല ദൈവം കാണുന്നത്. ഇപ്പം നിങ്ങൾ നോക്കി, അതായത് ഗ്രൗണ്ട് ലെവൽ. ഇങ്ങോട്ട് നോക്കി. ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നിട്ട്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ മുറ്റത്ത് നിൽക്കുന്നു, ഈ ധ്യാന കേന്ദ്രത്തെ നോക്കുന്നു, അല്ലെങ്കിൽ ഈ ധ്യാന ഹോളിനെ നോക്കുന്നു. അത് ഗ്രൗണ്ട് ലെവൽ സീയിങ് ആണ്. തറനിരപ്പിൽ നിന്നുകൊണ്ടുള്ള നോട്ടം, താഴെ നിന്നുകൊണ്ടുള്ള നോട്ടം. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആ മുറ്റത്ത് നിൽക്കുന്നു, ഈ കെട്ടിടത്തെ നോക്കുമ്പോൾ എൻ്റെ കാഴ്ചയുടെ ആ റേഡിയസിനകത്ത്, ആ പരിധിക്കകത്ത് വരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് കിട്ടുന്നു. ഇത് ഈ ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇതാ ഈ ധ്യാന ഹോളാണ്. ഇതാണ് എനിക്ക് അവിടെ നിന്ന് നോക്കിയപ്പോൾ കിട്ടിയത്. എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ കുന്നങ്ങോട്ട് അല്പം കൂടി മുകളിലേക്ക് ചെല്ലുമ്പോൾ നല്ല പൊക്കമുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ ചെന്ന് താഴേക്ക് നോക്കുന്നു. അതൊരു മൗണ്ടൻ ലെവലാണ്, മൗണ്ടൻ അല്ലെ റൂഫ് ലെവൽ.
ഒരു കെട്ടിടത്തിൻ്റെ അവിടെ ഒരു 5 നില കെട്ടിടം ഉണ്ടെന്ന് വെച്ചോ. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് മാത്രമല്ല. നിങ്ങൾ കാണുന്നത് എന്തൊക്കെ കാണും? ഇതിന് പുറകിൽ ടോയ്ലറ്റ് ഉണ്ടെന്ന് കാണും, പിന്നെ താഴോട്ടൊരു കുഴിയുണ്ടെന്ന് കാണും, അവിടെ ഒരു ഡൈനിങ് ഹാള് നിങ്ങൾ കാണും, അവിടെ ഒരു ആരാധന ചാപ്പലുണ്ട്, അത് കാണും. അപ്പോൾ ഈ തോട്ടം കാണും. ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു അന്തരീക്ഷം നിങ്ങൾക്ക് ഈ റൂഫ് ലെവൽ. അപ്പോൾ കണ്ടോ, കാഴ്ച മാറി. ഇനി നിങ്ങൾ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചുകൊണ്ട് ഇതിന് മേളിൽ കൂടെ, അപ്പോൾ ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് നിങ്ങൾ വന്നിറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ഇതിലേ വരികയാണെന്ന് വെച്ചോ, ഇതിലെയാണ് വരുന്നത്. ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങൾ മുകളിൽ നിന്ന് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രം കാണുകയാണ്. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഈ കെട്ടിടത്തിന് മേളിൽ നിന്ന് കണ്ടൊരു കാഴ്ചയല്ലിത്. വലിയ അനേകം കാര്യങ്ങളുടെ ഇടയിൽ ഒരു ധ്യാന കേന്ദ്രം. അപ്പം നിങ്ങൾ കണ്ട ആ കാഴ്ച മാറി. കണ്ടോ, ജീവിതത്തെ ഗ്രൗണ്ട് ലെവലിലും കാണാം, റൂഫ് ലെവലിലും കാണാം, സ്കൈ ലെവലിലും കാണാം. മറ്റേതൊരു ആകാശ കാഴ്ചയാണ്. ദൈവവചനം നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരാകാശ കാഴ്ചയാണ്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ചുറ്റുമുള്ള അനേകം ജീവിതങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിശാലമായ ഒരു കാഴ്ച. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഇന്ന് ഈ പനി വന്നതിൻ്റെ കാരണം അപ്പോഴാണ് പിടികിട്ടുന്നത് അല്ലേ? പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ സാത്താൻ എന്നെ തടഞ്ഞു. ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൽ നിന്ന് സാത്താൻ എന്നെ തടഞ്ഞു. താഴെ നിന്ന് നോക്കിയാൽ അയ്യോ സാത്താൻ തടഞ്ഞു, കഷ്ടമായി പോയി, നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതായിരുന്നു, സാത്താൻ തടഞ്ഞു. ഇത് ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ്. എന്നാൽ കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ ഫ്ലൈറ്റ് അങ്ങ് ആകാശത്തേക്ക് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ മേളിൽ നിന്ന് താഴേക്ക് നോക്കിയ പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് തിമോത്തിയോസിനെ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വിടാൻ പറ്റി. മനസ്സിലായോ? സാത്താൻ പൗലോസിനെ തടഞ്ഞത് കൊണ്ട് തിമോത്തിയുടെ മേൽ ഒരഭിഷേകം വന്നു. ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് പൗലോസ് ഇങ്ങനെ എപ്പോഴും എല്ലായിടത്ത് പോയാൽ തിമോത്തിയോസിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പൗലോസിന് പനി വന്നു, പൗലോസിന് പോകാൻ പറ്റിയില്ല, തിമോത്തിക്ക് പോകാം. അപ്പൊ തിമോത്തി അടുത്ത അനോയിന്റിങ്ങിലേക്ക് കയറി. പിടികിട്ടുന്നുണ്ടോ? പൗലോസ് പോകേണ്ടടുത്ത് ആര് പോയി? തിമോത്തി പോയി. അപ്പൊ തിമോത്തിയെ കർത്താവ് അടുത്ത ലെവലിലേക്ക് വളർത്താനായിരുന്നു പൗലോസിന് പനി പിടിച്ചത്. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഇത് തറയിൽ നോക്കിയാൽ കാണാൻ പറ്റുമോ? പറ്റില്ല. തറയിൽ നോക്കിയാൽ നമ്മൾ പറയും, അയ്യോ എന്നാലും പനി വരണ്ട, ഇത്രയും കരുണക്കൊന്ത ചൊല്ലിയിട്ട് പനി പിടിച്ചെന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ്. ഇത്രയും തിരുരക്ത സംരക്ഷണ പ്രാർത്ഥന ചൊല്ലിയിട്ട് പിന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞാൽ എന്നാ കഷ്ടം. അത് ഏത് കാഴ്ചയാണ്? അത് ഗ്രൗണ്ട് ലെവലാണ്. നീ ആകാശത്തേക്ക് നിന്നിട്ട് താഴേക്ക് നോക്കിയാൽ നിന്റെ കാഴ്ച മാറും, കാഴ്ചപ്പാട് മാറും, ചിന്താഗതി മാറും. എല്ലാ കാര്യത്തെയും ദൈവം കാണുന്നത് പോലെ കണ്ടാൽ സമാധാനമാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അത് കാണാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ദൈവവചനം. അതിനാണ് വചനം പഠിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ കാഴ്ചപ്പാട് മാറും. അതുകൊണ്ട് ഞാൻ വേഗം നിങ്ങൾക്ക് വചനം പഠിക്കാൻ, വചനം വായിക്കാനുള്ള ഒരു ചെറിയ ഒരു 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 നിർദ്ദേശം തരികയാണ്. 1334 അധ്യായങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്ന POC ബൈബിളിലുള്ളത്. അല്ലെങ്കിൽ കാത്തലിക് ബൈബിളിൽ 1334 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കണേ, ശ്രദ്ധിക്കണം. ഇത് എഴുതി വെക്കേണ്ട കാര്യമില്ല, ബൈബിളിലുണ്ട്, അതെല്ലാം ഉണ്ട്. നിങ്ങൾ എഴുതിയാലും ഉണ്ട്, എഴുതിയില്ലേലും ഉണ്ട്. ശ്രദ്ധിക്കും. 1334 1334 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒരു മനുഷ്യൻ്റെ ശരാശരി വായനാ വേഗം, റീഡിങ് സ്പീഡ്, ഒരു പേജ് വായിക്കാൻ 2 മിനിറ്റ് വേണം. എന്നാൽ ബൈബിളിൻ്റെ പേജ് കുറച്ചുകൂടെ വലിപ്പമുള്ള പേജാണ്. അപ്പോൾ അതുകൊണ്ടും നമ്മളൊക്കെ സാധാരണ വായനക്കാരെക്കാൾ താഴെ ആയതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിടുന്ന സമയം 4 മിനിറ്റാണ്. ഒരു പേജ് വായിക്കാൻ നമുക്ക് എത്ര സമയമാണ്? 4 മിനിറ്റാണ്. 1275 പേജുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ബൈബിളിൽ. ഞാൻ ഉപയോഗിക്കുന്ന ബൈബിൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ ചിലപ്പോൾ ഇച്ചിലൂടെ കുറവായിരിക്കും, കൂടുതലായിരിക്കും. അതായത് ഈ തരത്തിലുള്ളൊരു സ്റ്റാൻഡേർഡ് സൈസ് ബൈബിളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് എത്ര പേജുണ്ട്? അത് എന്തിനാ ഇത് എഴുതുന്നത്? ഇത് എഴുതരുത്. 1275 പേജുണ്ട്. അപ്പോൾ 4 മിനിറ്റ് ശ്രദ്ധിക്കുക, 4 മിനിറ്റ് റീഡിങ് സ്പീഡ്. ഒരു പേജ്, ഈ ബൈബിളിലെ ഒരു പേജ് വായിക്കാൻ 4 മിനിറ്റ്. അങ്ങനെ 4 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ അരമണിക്കൂർ വീതം ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് എത്ര പേജ് വായിക്കാം?
7.5 പേജ് വായിക്കാം. അരമണിക്കൂർ വീതം എല്ലാ ദിവസവും നിങ്ങൾ ബൈബിൾ വായിച്ചാൽ എത്ര പേജ് വായിക്കാം? 7.5 പേജ് വായിക്കാം ഒരു ദിവസം. അതായത് ഏറ്റവും വായനയിൽ മോശമായ ആൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. മറ്റേതൊക്കെ കുറച്ചുകൂടെ സ്പീഡിൽ വായിക്കാം. ഏറ്റവും പതുക്കെ വായിച്ച് തപ്പി വായിക്കുന്ന ഒരാൾക്ക് അരമണിക്കൂർ കൊണ്ട് എത്ര പേജ് വായിക്കാം? 7 എന്ന് വെച്ചോ. അങ്ങനെ നിങ്ങൾ വായിച്ചാൽ പോലും 10 മാസം കൊണ്ട്, അല്ലെങ്കിൽ 10 മാസം, അല്ലെങ്കിൽ 10 മാസം വേണ്ട, ശരിക്കും നിങ്ങൾക്ക് ഈ ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റും. 3 മാസം നിങ്ങൾ തുടർച്ചയായിട്ട്, ശരിക്കും ഞാനീ പറഞ്ഞ പോലെ 7.5 പേജ് ഒരു ദിവസം വായിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും 6 മാസം മതി. 6 മാസം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റും. ഈ 1274 പേജും വായിച്ചു തീർക്കാൻ പറ്റും. എത്ര? 6 മാസം കൊണ്ട്. അപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ അരമണിക്കൂർ വീതം, ഞാൻ 30 ദിവസം വെച്ചാണ് കൂട്ടിയത്. അങ്ങനെ കൂട്ടിയാൽ 30 ദിവസം വെച്ച് വായിച്ചാൽ നിങ്ങൾക്ക് ഇത് മുഴുവൻ വായിച്ചു തീർക്കാൻ 6 മാസം തികച്ചു വേണ്ട. ഇനി കുറെ കൂടെ സാവധാനത്തിൽ വായിക്കുന്ന ഒരാൾക്ക് ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ പരമാവധി 11 മാസം ഉണ്ടെങ്കിൽ, പരമാവധി 11 മാസം കൊണ്ട് നിങ്ങൾ ദിവസം ഒരു 4 അധ്യായം വെച്ച് വായിച്ചാൽ, 4 അധ്യായം വെച്ച് വായിച്ചാൽ ഒരു 11.5 മാസം കൊണ്ട്, 12 മാസത്തിൽ താഴെ മതി എന്ന് പറഞ്ഞാൽ, ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ ഡിസംബർ മാസം 12-ാം തീയതി കൊണ്ട് 11 മാസവും 12 ദിവസവും കൊണ്ട് ഈ ബൈബിൾ വായിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ ജനുവരി 1 തുടങ്ങിയാൽ ഡിസംബർ 12 ബൈബിൾ വളരെ സാവധാനത്തിൽ വായിച്ചാൽ മതി. 4 മിനിറ്റിന് പകരം 6 മിനിറ്റൊക്കെ എടുത്ത് വായിച്ചു. വളരെ സാവധാനത്തിൽ വായിച്ച ഒരു ദിവസം എത്ര അധ്യായം വായിക്കണം? 4 അധ്യായം. സമയമുള്ളവർ അരമണിക്കൂർ വീതം വായിക്കാൻ പറ്റുന്നവർ 7.5 പേജ്, അത് എത്ര അധ്യായം ഉണ്ടോ അത്രയും. അപ്പം 4 അധ്യായം മുടങ്ങാതെ വായിക്കും. അപ്പം അങ്ങനെ വായിച്ചാൽ ഒരു വർഷം കൊണ്ട്, ഒരു 10-11 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റും. അങ്ങനെ ബൈബിൾ വായിച്ച് തീർക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മുഴുവൻ മാറും. മുമ്പേ ബാറക്കുമോ കുറിയേ ലൈസോ ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ആരാധിക്കുന്നു. എല്ലാ യുവതിവാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആലയത്തിൽ വന്നുകൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ദേശം മുഴുവനിലേക്ക് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ 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 ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. കരങ്ങളടിച്ച് ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവം
വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. കരമുയർത്തി ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയെ. ഈശോയെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ശക്തി ഓരോ ജീവിതത്തിലും നിറയാൻ നന്നായി ആഗ്രഹിക്കുക. കർത്താവേ, അങ്ങനെക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജീവിതം, എന്നിലൂടെ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, എന്നിലൂടെ പൂർത്തിയാകേണ്ട അങ്ങയുടെ പദ്ധതി കർത്താവേ, ഞാൻ ചെയ്യാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതികൾ അവയെല്ലാം പൂർത്തിയാകാൻ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ കരം എൻ്റെ മേൽ വെക്കണമേ. തിരുവോസ്തിയിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഒഴുകണമേ. എന്നെ അവിടുന്ന് വീണ്ടെടുക്കണമേ. സാവൂളിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നതുപോലെ എൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വരണമേ. ഞാനൊരു പുതിയ വ്യക്തിയായി മാറണമേ. എന്നെ അടിമപ്പെടുത്തുന്ന ബന്ധനങ്ങൾ, സാംസന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയറ് പൊട്ടി വീണതുപോലെ ആ ബന്ധനങ്ങൾ തകരണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. കരങ്ങളടിച്ച് ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. ഉച്ചത്തിൽ വിളിച്ച ഈശോയെ. ഹൃദയം നൊന്ത് വിളിച്ച ഈശോയെ. തിരുശരീരത്തിൽ നിന്നും തിരുരക്തത്തിൽ നിന്നും ഒഴുകുന്ന ദൈവിക ജീവൻ യുവതീവാക്കന്മാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിയിറങ്ങണമേ. കാൽവരി കുരിശിൽ നിന്ന് മാനവരാശിയെ വീണ്ടെടുക്കാൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം പുത്രന്റെ രക്തമൊഴുക്കിയത് ഈ ജനത്തിന്റെ മേൽ വിടുതലായി മാറട്ടെ. സകല ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തത്തിന്റെ ശക്തി കുടുംബങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. പിശാചിന്റെ സകല തന്ത്രങ്ങളെയും സാത്താൻ ഒരുക്കുന്ന കെണികളെയും തകർത്ത് കളയുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ഈ മക്കളിൽ ഇപ്പോൾ വന്ന് നിറയട്ടെ. ശരീരം ബലം പ്രാപിക്കട്ടെ. രോഗപീഠകൾ വിട്ടുമാറട്ടെ. ആത്മീയ അഭിഷേകം വെളിപ്പെടട്ടെ. വരദാനങ്ങൾ തുറക്കപ്പെടട്ടെ.
ജ്വലിക്കട്ടെ. സുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ കൃപ നിറയട്ടെ. ദേശദേശാന്തരങ്ങളിൽ കർത്താവിന്റെ സാക്ഷികളായി ഈ മക്കളെ മാറട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. കരങ്ങളടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആവർത്തിച്ച് പാടിക്കേ ഹല്ലേലൂയ, എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാവരും ഒരുമിച്ച് പാടിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടച്ച് വലിയ അഭിഷേകത്തോടെ ഉച്ചത്തിൽ പാടിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 പിതാവേ നന്ദി, പുത്രനേ നന്ദി, റുഹായേ നന്ദി. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. വ്യക്തിപരമായി ഓരോരുത്തരെയും കർത്താവിൻ്റെ സ്നേഹം മാടി വിളിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും കടന്നു വരുന്നുണ്ട്. ഒരാൾക്കൂട്ടത്തിൽ പൊതുവായ ഒരു അനുഗ്രഹമല്ല, വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ പൊതുവായി വർഷിക്കപ്പെടുന്ന ഒരു അഭിഷേകമല്ല,
അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ പൊതുവായി വന്നു നിൽക്കുന്നതല്ല അവർ കണ്ടത്. അവർ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ഓരോരുത്തരുടെ മേലും, ഈ ആലയത്തിലായിരിക്കുന്ന ഓരോ മകൻ്റെ മേലും, ഓരോ മകളുടെ മേലും ഈ അഭിഷേകം, ഈ ദൈവ സാന്നിധ്യം, കർത്താവിൻ്റെ വാത്സല്യം അത് വന്ന് നിറയുന്നുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് കണ്ണടച്ച് എല്ലാ മക്കളും ദിവ്യകാരുണ്യത്തിൽ നിന്ന് അപരിമയമായ ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും കരുണയും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവെ, എന്നിലൂടെ പൂർത്തിയാകാൻ അങ്ങ് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി പൂർത്തിയാകുവാനായി ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എല്ലാ മക്കളും ഹൃദയത്തിൽ പ്രകാരം പ്രാർത്ഥിക്കണം. മറ്റൊന്നും ശ്രദ്ധിക്കരുത്, ഇങ്ങനെ മാത്രം പ്രാർത്ഥിക്കണം. കർത്താവെ, എന്നിലൂടെ പൂർത്തിയാവേണ്ട ദൈവിക പദ്ധതി പൂർത്തിയാകുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണം പൂർണ്ണമായിരിക്കണം. കർത്താവിനോട് പറയണം, ആ വഴികൾ എനിക്കറിയില്ല, എങ്ങനെയാണ് അങ്ങനിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, ഞാൻ എങ്ങനെയുള്ളൊരു ജീവിതമാണ് നയിക്കേണ്ടത് അതെനിക്കറിയില്ല. കർത്താവെ, അങ്ങനെ നയിക്കണം, അങ്ങനെനിക്ക് വഴി തുറന്നു തരണം. ജോബ് 42:2. കർത്താവെ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കണം. ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയത്ത് 2 കരങ്ങളും യേശുവിലേക്ക് തുറന്നു പിടിക്കാം. സ്വർഗത്തിൽ നിന്ന് കൃപയൊഴുകാൻ ആഗ്രഹിക്കാം. ആത്മാവിൻ്റെ ശക്തി ഇറങ്ങാൻ ആഗ്രഹിക്കാം. ദൈവമേ, അങ്ങനെ നയിക്കണമേ എന്ന് ആഗ്രഹിക്കുക. നമ്മൾ വലിയ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ തുറന്നു പിടിച്ച് നിങ്ങൾ ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവിൻ്റെ ആത്മാവ് എന്നെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് ദൈവമേ കടന്നു പോകാൻ കൃപ എനിക്ക് തരണം, കൃപ എനിക്ക് തരണം, അഭിഷേകം എനിക്ക് തരണം, ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണം. അത് ആഗ്രഹിച്ച് 2 കരങ്ങൾ തുറന്നു പിടിച്ച് അത് ആഗ്രഹിച്ച് കർത്താവേ, അങ്ങനെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിൽ സഞ്ചരിക്കാനുള്ള കൃപ എനിക്ക് തരണം, അങ്ങനെ തിരഞ്ഞെടുക്കണം. അങ്ങനെക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി ദൈവമേ, അതെന്തു തന്നെയാണെങ്കിലും ആ വഴിയിൽ കടന്നു പോകാനും ജീവിക്കാനുമുള്ള ധൈര്യം തരണം, വഴി തുറന്നു തരണം. ഈ ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ